എല്ലാവർക്കും നമസ്തേ. നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ കേരള സർക്കാരും കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിനെതിരെ. അതായത് കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി വരുത്തിയ ഒരു നിയമമുണ്ട്, FCRA അഥവാ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ നിയമസഭ ഇടതും വലതും ഒത്തുചേർന്ന് ആ പ്രമേയത്തിനെതിരെ, ആ നിയമത്തിനെതിരെ, ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കി. 140-ൽ 137 പേര് അനുകൂലിച്ച് വോട്ട് ചെയ്തു, 2 പേര് എതിർത്ത് വോട്ട് ചെയ്തു, ഒരാൾ വിട്ടുനിന്നു. അതായത് ഇടതും കമ്മ്യൂണിസ്റ്റ് ചേരിയും കോൺഗ്രസ് ചേരിയും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അനുകൂലിച്ച്, കോൺഗ്രസ്സുകാരാണ് കൊണ്ടുവന്നത്, മുഖ്യമന്ത്രി കൊണ്ടുവന്ന പ്രമേയം. എതിർത്ത് വോട്ട് ചെയ്തു 2 BJP അംഗങ്ങൾ. പക്ഷേ അവിടെ ഒരു വോട്ട് വീഴാതിരുന്നത്, അന്നത്തെ ഒരു അസാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് BJPക്ക് 3 വോട്ടുണ്ട്, 3 MLAമാരുണ്ടായിട്ട് 2 പേര് പങ്കെടുത്തതിനത് എതിരെ വോട്ട് ചെയ്തു. അത് സത്യത്തിൽ തെറ്റായ ഒരു സന്ദേശമാണ് BJP അണികളിലും ജനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. കാരണം കേന്ദ്രം കൊണ്ടുവന്ന ആ ഒരു ഭേദഗതിയെ, ആ ഭേദഗതി എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വിദേശത്ത് നിന്ന് പണം സംഭാവന സ്വീകരിച്ച് അത് നമ്മുടെ രാജ്യത്ത് മതപരിവർത്തനത്തിന്, ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെ മതപരിവർത്തനത്തിന് ഉപയോഗിക്കരുത്. അത് ഈ ഛത്തീസ്ഗഡിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ സഭകൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾക്ക് ആയുധം മേടിക്കാനും മറ്റും ഈ വെളിയിൽ നിന്ന് വരുന്ന, വിദേശത്ത് നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് പാടില്ല. മതപരിവർത്തനത്തിനും ഉപയോഗിക്കാൻ പാടില്ല, ഇതേപോലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനും ഉപയോഗിക്കാൻ പാടില്ല. എന്താവശ്യത്തിനാണോ, വിദ്യാഭ്യാസം, ആതുര സേവനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പണം മേടിച്ചാൽ ഇക്കാര്യത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കൃത്യമായ കണക്കുകൾ കാണിക്കണം തുടങ്ങിയ ഭേദഗതികളാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. അതേപോലെ കുറേ ഭേദഗതികളുണ്ട്. ഇതിനെതിരെ ക്രിസ്ത്യൻ സഭകൾ ഒന്നടങ്കം സമരത്തിലാണ്. അത് പാടില്ല, അത് തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങളുടെ മതപരിവർത്തനത്തിനുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. തങ്ങളുടെ ലക്ഷ്യം തന്നെ മതപരിവർത്തനമാണ്. അതുകൊണ്ട് അതിനെ തടയാൻ പാടില്ല, ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് സഭകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMും കോൺഗ്രസും പറയുന്നത് ഇത് തന്നെയാണ്. സഭകളുടെ അവകാശമാണ് മതപരിവർത്തനം. അതിനെ തടയുന്നത് അവരുടെ മൗലികാവകാശത്തിന് തടയുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. അവർ ഇടതും കോൺഗ്രസും എല്ലാം മതപരിവർത്തന പക്ഷത്ത് നിൽക്കുന്നവരാണെന്ന് നമുക്കറിയാം. ഇത് പ്രതിഷേധിച്ചാണ്, ഈ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസും CPMും സംയുക്തമായിട്ട് ഈ പ്രമേയത്തിൽ വോട്ടിനിട്ടത്. പക്ഷേ BJPയുടെ ആ ഒരു വോട്ട് എന്തുകൊണ്ട് വീണില്ല എന്നുള്ളത് BJPക്കാരും ജനങ്ങളും പൊതുജനങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരാണ് വോട്ട് ചെയ്യാതിരുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ അസാന്നിധ്യം, അന്നത്തെ വോട്ടിനിട്ടപ്പോഴുള്ള അസാന്നിധ്യം BJPയുടെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അസാന്നിധ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. മുരളീധരനും നമ്മുടെ ഗോപകുമാറും അവർ 2 പേരും വോട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവർത്തകരും BJP പ്രവർത്തകരും ജനങ്ങളും വിചാരിക്കുന്നത് എന്താണ്? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ നിയമത്തിനെതിരാണ്, സ്വന്തം പാർട്ടിയുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരാണ്, ഈ ഭേദഗതിക്കെതിരാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം എന്ന ഒരു
ധ്വനിയാണ് ഇതിൽ കൂടി നമ്മൾ പുറത്തു വരുന്നത്. അതൊരിക്കലും പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അന്നത്തെ ദിവസം അത് മാറ്റി വെച്ചിട്ട്, എന്ത് ഇതുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കണമായിരുന്നു. അതുമല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഈ 3 പേര് എതിർത്ത് വോട്ട് ചെയ്തുകൊണ്ട് പ്രമേയം പരാജയപ്പെടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഒന്നുകിൽ മാധ്യമങ്ങളോട് പറയുക, പത്രസമ്മേളനം വിളിച്ചു പറയുക, എൻ്റെ ഇന്ന പോലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല, ഞാൻ ആ പ്രമേയത്തിന് എതിരാണ്, ഈ FCRA ഭേദഗതിക്ക് അനുകൂലമാണ്, അല്ലാതെ താൻ ഇതിനകത്തിൽ എതിർപ്പുള്ളത് കൊണ്ടല്ല മാറി നിന്നത് എന്ന് ജനങ്ങളെയും പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു. ഇതുവരെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് സാധാരണ BJP പ്രവർത്തകനും പൊതുജനങ്ങളും കരുതുന്നത് അദ്ദേഹം കേന്ദ്രം കൊണ്ടുവന്ന ഈ ഭേദഗതിക്കെതിരും ഈ മതപരിവർത്തനക്കാരായ സഭകൾക്ക് ഒപ്പവുമാണ് എന്നുള്ളൊരു ചിന്തയാണ്, എന്നുള്ളൊരു വിചാരമാണ് ജനങ്ങളിലുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരിക്കലും പാടില്ല. കാരണം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ മൊത്തവും സുവിശേഷവൽക്കരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായി ഒരിക്കലും ഒരു BJPയുടെ നേതാവ് പക്ഷം ചേരാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ഓരോ ഹിന്ദുവിൻ്റെയും BJPക്കാരൻ്റെയും ആവശ്യമാണ്, ആഗ്രഹമാണ്. അതിന് വിരുദ്ധമായി ഒരിക്കലും ഒരു BJP നേതാവ് നിലപാടെടുക്കാൻ പാടില്ല. കാരണം ഇടതാകട്ടെ വലതാകട്ടെ, കോൺഗ്രസോ CPM ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികൾ മൊത്തവും ഈ മതം മാറ്റ ലോബിക്ക് അനുകൂലമായി നിന്ന് ഹിന്ദുവിനെ മതം മാറ്റുന്നതിന് കുട പിടിച്ചു കൊടുക്കുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJP മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ, ഒരു വിശ്വാസത്തിലുമാണ് ഹിന്ദു സമൂഹം ഇതുവരെ കഴിഞ്ഞിരുന്നത്. RSS നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. മറ്റു സംസ്കാരങ്ങളെ എതിർക്കാതെ തന്നെ ഹിന്ദു സംസ്കാരം നിലനിർത്താൻ വേണ്ടി RSS ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും RSS രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാത്ത ഒരു സാംസ്കാരിക സന്നദ്ധ സംഘടനയായി നിലകൊള്ളുന്നത് കൊണ്ട് അവർക്ക് ഭരണപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJPക്ക് അത് സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് ഹൈന്ദവ ജനത, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ സംസ്കാരം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഹൈന്ദവേതര ജനതയും BJPയിൽ പ്രതീക്ഷ പുലർത്തുകയാണ്. കാരണം ഹിന്ദുക്കളല്ലാത്ത എത്രയോ ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജനങ്ങൾ BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവരുടെ മതം പിന്തുടരുമ്പോഴും അവർ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട്. കാരണം അവരെല്ലാം കാണുന്നുണ്ട്, ഇസ്ലാമിക രാജ്യത്ത് പോലും ഒരു മുസ്ലിം മതവിശ്വാസിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയില്ല, സ്വതന്ത്രമായി അവൻ്റെ ചിന്ത പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാം അറിയാം. അങ്ങനെ അവർ സ്വതന്ത്രമായി മതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സ്വതന്ത്രമായ അവരുടെ ചിന്ത പ്രകടിപ്പിച്ചാൽ അവരുടെ വധശിക്ഷയ്ക്ക് വിധേയരാകും എന്നുള്ളത് ഇറാനിലെയും സൗദി ആകട്ടെ, ഇറാനാകട്ടെ, പാകിസ്ഥാനാകട്ടെ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതനിന്ദ എന്ന് പറഞ്ഞ് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഇപ്പോൾ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്നവനെ ആണെങ്കിലും അവർ വധശിക്ഷയ്ക്ക് വിധേയനാക്കും. ഇതൊക്കെ കണ്ടു വളർന്ന ഇസ്ലാമിക സഹോദരങ്ങൾ പോലും ഈ ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവരൊക്കെ BJPയാണ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന നടപടിയായിപ്പോയി നമ്മുടെ
രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതുവരെ അതിനൊരു വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് താൻ ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് അദ്ദേഹം ഇതുവരെ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതിൽ നിന്ന് തീർച്ചയായിട്ടും ജനങ്ങളും ഇത് തന്നെ സംശയിക്കും. അദ്ദേഹം ഇതിൽ എതിർപ്പുള്ള ആളാണ്. ഈ കേന്ദ്രത്തിൻ്റെ ഭേദഗതിയെ എതിർക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ജനങ്ങളിലുണ്ടായിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ BJPക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യം തന്നെയാണ്. BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നിലപാട്, ഇങ്ങനെ ഒരു നേതാവിൻ്റെ കീഴിൽ BJP വലിയതായി മെച്ചപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത പ്രവർത്തകരിലും ഈ പ്രസ്ഥാനത്തെ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇതര മതവിശ്വാസികളുടെയും ഉള്ളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. വൈകുന്തോറും ജനങ്ങളിൽ ഉള്ള നിരാശ വർദ്ധിക്കുകയുള്ളൂ. അവർ BJPയിൽ നിന്ന് അകന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടത് BJP നേതൃത്വമാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.